നെഹ്റു കുടുംബത്തിന് വൻ തിരിച്ചടി. ജവഹർലാൽ നെഹ്റു എഡ്വീന മൗണ്ട് ബാറ്റേൺ എഴുതിയ കത്തുകൾ തിരികെ നൽകാൻ നെഹ്റു കുടുംബത്തിന് നിർദ്ദേശം. പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയമാണ് നിർദ്ദേശം നൽകിയത്. UPA ഭരണകാലത്ത് 2008 ഈ കത്തുകൾ സോണിയാഗാന്ധി കൈക്കലാക്കിയിരുന്നു. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, എഡ്വീന മൗണ്ട് ബാറ്റേൺ, ജയപ്രകാശ് നാരായണൻ, ആൽബർട്ട് ഐൻസ്റ്റൈൻ തുടങ്ങിയവർക്ക് എഴുതിയ കത്തുകൾ തിരികെ ഏൽപ്പിക്കാനാണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആവശ്യപ്പെടുന്നത്. 2008 ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് നെഹ്റു എഴുതിയ 51 കത്തുകൾ സോണിയാഗാന്ധി കൈവശപ്പെടുത്തിയിരുന്നു. കത്തുകൾ തിരികെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് PMML അംഗവും ചരിത്രകാരനുമായ റിസ്വാൻ ഖദ്രിയാണ് രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതിയത്. യഥാർത്ഥ കത്തുകളോ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പിയോ നൽകണമെന്നാണ് ആവശ്യം. ചരിത്ര ഗവേഷകർക്ക് ഈ കത്തുകൾ ഗുണം ചെയ്യുമെന്നും അതിനാലാണ് തിരികെ ആവശ്യപ്പെടുന്നതെന്നും പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം അറിയിച്ചു. ജവഹർലാൽ നെഹ്റുവും എഡ്വീന മൗണ്ട് ബാറ്റേനും തമ്മിൽ തെറ്റായ ബന്ധം ഉണ്ടായിരുന്നുവെന്ന ആരോപണം ശക്തമായി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് സോണിയാഗാന്ധി ഈ കത്തുകൾ മ്യൂസിയത്തിൽ നിന്ന് നീക്കിയതെന്നാണ് സൂചന. മറയ്ക്കാൻ ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കത്തുകൾ സോണിയാഗാന്ധി കൈവശപ്പെടുത്തിയതെന്നാണ് BJPയുടെ ചോദ്യം. ജനം, ഡൽഹി.